ഹായ് ഹലോ, ഞാൻ സീനയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2024 പ്ലാനറാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ ഇത് പാർട്ടായിട്ടാണ് ചെയ്യണത്. കുറച്ച് ലേറ്റായിപ്പോയി, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് പേജ് തന്നെ വന്നേക്കണത് ആനുവൽ കലണ്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ വരുത്താം കേട്ടോ. ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിന് ചെയ്തേക്കണേണ്. ആനുവൽ കലണ്ടറിൽ നമ്മുടെ ലോൺ അടക്കാൻ, അതായത് ഡെബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ബർത്ത്ഡേ, പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ, വർക്കിൻ്റെത്, അങ്ങനെ എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഫ്യൂച്ചറിലേക്കുള്ളൊരു ലെറ്ററാണ്. അപ്പോൾ അത് നമുക്ക് ഇയർ എൻഡിൽ വായിക്കാമല്ലോ. പിന്നെ അതിൻ്റെ അടുത്ത പേജിൽ വന്നിട്ട് മെമ്മറി ഡംപാണ്. ഞാൻ എന്തൊക്കെയാണ് നമുക്ക് കുറച്ച് സീറ്റുള്ള മൊമെൻറ്റ്സ് എല്ലാം ഡംപ് ചെയ്യണതിൻ്റെ ഒരു ഇത്. പിന്നെ ഇപ്പോൾ സൈഡിൽ വന്നിട്ട് ലാസ്റ്റ് ഇയർ റിവ്യൂ ആണ്. ഹൈലൈറ്റ്സ്, ഫേവറേറ്റ്, ലുക്കിംഗ് ബാക്ക്, പിന്നെ എന്താണ് എനിക്ക് ഇഷ്ടം എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. റെസൊല്യൂഷൻസ്, ഗോൾസ് എല്ലാം ഈ ഒരു പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് വിഷൻ ബോർഡാണ്. സാധാരണ വിഷൻ ബോർഡിൽ എല്ലാവരും പിക്ചറാണ് ഒട്ടിക്കാറ്. ഞാൻ ഈ പ്രാവശ്യം എഴുതണേണ്ട ചെയ്തത്. എനിക്ക് കുറച്ചുകൂടി എഴുതണം എന്നുള്ളൊരു ചിന്ത വന്നു. പേഴ്സണൽ ഗോള്, ഹെൽത്ത് ഫിറ്റ്നസ്സിൻ്റെ ഗോള്, ഫിനാൻഷ്യൽ ഗോള്, സ്പിരിച്വൽ ആൻഡ് ഫാമിലി ഗോൾസ്, ഇത്രയും കാര്യങ്ങളാണ് വിഷൻ ബോർഡിൽ ഞാൻ ആഡ് ചെയ്തേക്കണം. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഇയർ ഇൻ പിക്സൽ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തേക്കണം. അതായത് നമ്മുടെ ആ ഒരു വർഷത്തിലെ നമ്മുടെ മൂഡ് എങ്ങനെയൊക്കെയാണ്, ഹാപ്പിയാണോ സാഡാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ആ ഒരു വർഷത്തതെല്ലാം കൂടി ഇതിൽ എഴുതണുണ്ട്. അപ്പോൾ സൈഡിലോട്ട് ജനുവരിയിൽ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് നമ്മൾ 1 to 31 വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചില മന്തിലൊന്നും 31 ഉണ്ടാവില്ല, 30 ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കളയാം. പിന്നെ ഞാൻ നമ്മൾ പിക്സൽ ഇത് കളർ ചെയ്യുമ്പോഴത്തേക്കും ആ മൂഡ് എന്താണെന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊരിത് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഹാപ്പി എന്നുള്ളതും ഹാപ്പി ആൻഡ് വെരി ഹാപ്പി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് സാഡാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ആംഗ്രി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നോർമൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഏതൊക്കെ ഷെയ്ഡാണ് ഇതിൽ കൊടുക്കാൻ വേണ്ടി നോക്കാം. അപ്പം ഞാൻ ഹാപ്പി എന്നുള്ള ആ ഒരു ഇതിനെടുത്തേക്കണത് ഒരു യെല്ലോ കളറാണ്. കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളറായതുകൊണ്ട് ഞാൻ യെല്ലോയാണ് കൊടുത്തേക്കണത്. അപ്പം നമ്മൾ ജനുവരി 1 തീയതി ഹാപ്പി ആണെങ്കിൽ നമ്മൾ യെല്ലോ കളർ വെച്ചിട്ട് ആ ബോക്സ് ഫില്ല് ചെയ്യാം കേട്ടോ. പിന്നെ സാഡിന് ഞാൻ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആംഗ്രിക്ക് ഞാൻ ഓറഞ്ചാണ് ഉദ്ദേശിച്ചത്, പക്ഷേ പിങ്ക് കളറായിപ്പോയി. ഞാനത് രണ്ടാമത് ഓക്കെ ആക്കിയിട്ട് ഓറഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ നോർമലിൽ വന്നിട്ട് ഞാൻ ഗ്രീനാണ് കേട്ടോ കൊടുത്തേക്കണം. എൻ്റെ പൊതുവെ അങ്ങനെയാണ്, ഗ്രീനാണ് എനിക്കിഷ്ടം നോർമലിന് ഇടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചൊക്കെ വരുത്തണമെങ്കിൽ വരുത്താം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തേക്കണം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ജനുവരി 1 തീയതി നോർമൽ ഡേയ്സ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രീനാണ് ഇട്ടേക്കണത്. അപ്പോൾ ബാക്കിയുള്ള ഡേയ്സിൽ നിങ്ങളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ അടുത്ത് നമ്മൾ ബുള്ളറ്റ് ജേർണലിൻ്റെ ഇൻഡെക്സ് ആണ് ചെയ്യണത്. അതായത് ഈ ഒരു ബുക്കിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഇൻഡെക്സിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കണം. എൻ്റെ കയ്യിൽ വന്നിട്ട് ആനുവൽ കലണ്ടർ ഉണ്ട്, ഫസ്റ്റത്തെ നമ്മൾ കണ്ടില്ലേ. പിന്നെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരു ലെറ്റർ, പിന്നെ മെമ്മറി ഡംപ്, പിന്നെ ലാസ്റ്റ് ഇയറിലെ റിവ്യൂ എങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു എഴുതിയാണ് വിഷൻ ബോർഡ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടത് ഇയർ ഇൻ പിക്സൽ, നമ്മുടെ മൂഡ്സൊക്കെ എങ്ങനെയാണ്, ഈ ഒരു വർഷത്തെ മൂഡ്സൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇയർ ഇൻ പിക്സലിൽ എഴുതാം. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഇൻഡെക്സിൻ്റെ പേജ്, അങ്ങനെയാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ട് 1 ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി പാർട്ട് 2 നമുക്ക് ജനുവരിയിലത്തെ ആ ഒരു പേജ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് പറയാം.